പടിഞ്ഞാറൻ ഏഷ്യയിൽ വീണ്ടും പോരാട്ടം കനക്കുന്നു. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾക്ക് നേരെ അമേരിക്കയും സൗദി അറേബ്യയും ചേർന്ന് ശക്തമായ വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിൽ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിലെ 10 അംഗങ്ങൾ കൊല്ലപ്പെട്ടു. കിഴക്കൻ ഇറാഖിലുള്ള ഇറാൻ അനുകൂലികളുടെ താവളങ്ങളും ആയുധപ്പുരകളും പൂർണ്ണമായും തകർത്തതായി അമേരിക്കൻ സൈന്യം അറിയിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾക്കും സൗദിയിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്കും നേരെ തുടർച്ചയായി ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ നടന്നിരുന്നു. 3 ദിവസത്തിനിടെ 30-ലധികം ഡ്രോൺ ആക്രമണ ശ്രമങ്ങളാണ് ഉണ്ടായത്. ഇതിന് മറുപടിയായാണ് US സെൻട്രൽ കമാൻഡും സൗദി അറേബ്യയും സംയുക്തമായി തിരിച്ചടി നൽകിയത്. റിയാദിലെയും കിഴക്കൻ മേഖലകളിലെയും പെട്രോളിയം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടെത്തിയ ഡ്രോണുകൾ തകർത്തതായി സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിച്ചാണ് തിരിച്ചടിയിൽ പങ്കാളികളായതെന്നും സൗദി അറിയിച്ചു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇറാഖിലെ ഗ്രൂപ്പുകൾ ആക്രമണം നടത്തുന്നതെന്നാണ് അമേരിക്കയുടെ ആരോപണം. ഇറാനുമായി നയതന്ത്ര ചർച്ചകൾ പുനഃസ്ഥാപിക്കുവാൻ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് പുതിയ സംഘർഷം. ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ പ്രകോപനം തുടർന്നാൽ വരും ദിവസങ്ങളിലും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് മുന്നറിയിപ്പ് നൽകി.